കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയും സുധീഷും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ചൊക്കെ ഹരീഷും നികേഷും ഭാസ്കരനൊക്കെ അറിയുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നികേഷിന് ഭയങ്കര സങ്കടമായിരിക്കും. നികേഷൊക്കെ വല്ലാതെ കരച്ചിലായിരുന്നു. സുധീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹരീഷും കരയുന്നുണ്ട്. ഇത്രയൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് അപ്പോഴാണ് അവരെല്ലാവരും തിരിച്ചറിയുന്നത്. സുഭാഷിനോട് മോശമായ രീതിയിൽ സംസാരിച്ചതിന് പോയിട്ട് ഹരീഷ് മാപ്പ് പറയുന്നുണ്ട്. കാരണം താൻ ഒരിക്കലും ചേട്ടനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സുധീഷും നിധിയും തമ്മിൽ ഒന്നിച്ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നിച്ച് കിടക്കുന്നതോ ഒന്നും തന്നെ സുഭാഷേട്ടന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് സുഭാഷേട്ടൻ അവരെ അകറ്റാൻ ശ്രമിക്കുന്നത്. സുഭാഷേട്ടനെ കല്യാണം കഴിയാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ കുറേയധികം ഹരീഷ് സുഭാഷിനെ കുറ്റപ്പെടുത്തിയിരുന്നു. അതിനൊക്കെ മാപ്പ് ചോദിക്കാണ് ഹരീഷ്. അത് എന്തുകൊണ്ടാണെന്ന് സുഭാഷ് അങ്ങനെ ചെയ്തത് എന്ന കാര്യമൊക്കെ ഹരീഷിന് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിധിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? നിധി പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് പോവാണ്, ഇവിടെ ഞാൻ ഇനി നിൽക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും. നികേഷിന്റെ സങ്കടം കാരണം നികേഷ് ഇങ്ങനെ വാ വിട്ട് കരയാണ്. ഒടുവിൽ കരച്ചിലെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിധിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചേട്ടന്മാർ പരസ്പരം എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പൊട്ടിക്കരയാണ്. നിധി അന്നേരം ഒരു തീരുമാനമെടുത്തു. താൻ ഇവിടെ നിന്നും വേറൊരിടത്തേക്കും പോകില്ല എന്ന്. താൻ ഇവിടെ നിന്ന് തന്നെ എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചോളാം, അങ്ങനെ ഇവിടെ നിന്ന് ജോലിക്ക് പോയിക്കോളാം എന്നൊക്കെ തീരുമാനിക്കാട്ടോ നിധി. അങ്ങനെ ഒരു തീരുമാനം നിധിയുടെ മനസ്സിലുണ്ടായിരുന്നു. നിധി ആ ഒരു തീരുമാനം അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷിന് സന്തോഷമായി. നികേഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഏട്ടത്തിയമ്മ പോവില്ലല്ലോ അല്ലേ എന്ന്. അപ്പോഴാണ് ശരിക്കും നികേഷിനൊരു സമാധാനമായത്. നികേഷിന് ഇപ്പോൾ ഏറ്റവും വലിയ കൂട്ട് നിധിയാണ്. നിധി അവിടെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നികേഷിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. സുധീഷിനേക്കാളും വിഷമമാണ് ഇപ്പോൾ നികേഷിന്. അങ്ങനെ നിധി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോവില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ആ വീട്ടിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. സുഭാഷും ഹരീഷും എല്ലാവർക്കും സന്തോഷമായി. കാരണം നിധി പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ആകെ തകർന്നു പോവും. ഇത്ര ദിവസമെന്ന് പറഞ്ഞാൽ അതൊരു വീടായിരുന്നു. ഇതിനു മുൻപത്തെ പോലെയൊന്നുമല്ല. വീട്ടിലൊരു പെണ്ണ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം വരുമെന്ന് സുഭാഷും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം സുഭാഷും ഹരീഷൊക്കെ സംസാരിക്കുന്ന സമയത്ത് സുഭാഷ് ഹരീഷിനോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യണം. ഇനി ഒരു കാരണവശാലും നിധിയെ നമ്മൾ ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞവളാ അവള്. ഒന്നുമില്ലെങ്കിലും അവൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും അപ്പം തന്നെ ഇറങ്ങിപ്പോവാമായിരുന്നു. പക്ഷേ അവളത് പോയില്ലല്ലോ. അവർ തമ്മിലുള്ള വിവാഹം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. ഇനിയിപ്പോൾ സുധീഷിനെയും നിധിയെയും ഒന്നിപ്പിക്കാനായിട്ട് നമ്മൾ ആരും നിർബന്ധപൂർവ്വം ഒന്നും തന്നെ ചെയ്യരുത്. സുധീഷിനെ ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമാവില്ല. ഇനിയിപ്പോൾ നിധിക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും സുധീഷിനോടൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ അങ്ങനെ തോന്നിക്കോട്ടെ, അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മളായിട്ട് അവരെ ഒന്നിപ്പിക്കാനൊന്നും ശ്രമിക്കരുതേ എന്ന് പറയും. നിധിയുടെ കഴുത്തിൽ സുധീഷ് താലി കെട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. നിധിയുടെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നണമല്ലോ. നമ്മൾ നിർബന്ധിച്ചിട്ട് ആരെയും ഒരു കാരണവശാലും ഒന്നിനും പിടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിധിയും കൂടി അങ്ങോട്ടേക്ക് ഇവർ സംസാരിക്കുന്നിടത്തേക്ക് വരികയാണ്. അങ്ങനെ നിധി പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്തിനും ഏതിനും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ജോലിക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഹരീഷും സുധീഷൊക്കെ പുറത്തു നിന്നും അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം നികേഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താട്ടോ നിധി വരുന്നത്. നിധി വന്ന് പറയുന്നുണ്ട്, എന്താ നിങ്ങളെല്ലാവരും ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഞങ്ങൾ സുഭാഷേട്ടൻ്റെ കല്യാണകാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഭാഷേട്ടൻ്റെ കല്യാണം ഉടനെ അങ്ങ് നടത്തിയാലോ. സുനന്ദയുടെ കല്യാണം അവിടെ ഉറപ്പിച്ചു. ഇനിയിപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കല്യാണം നടത്താം. ഒരു ബ്രോക്കർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ബ്രോക്കറോട് പറയുകയാണെങ്കിൽ ആലോചന കൊണ്ടുവരില്ലേ എന്ന് ചോദിച്ചു. നികേഷ് പറയുന്നുണ്ട്, കുറേ ആലോചനകളൊക്കെ കൊണ്ടുവന്നതാണ് ഏട്ടത്തി, എല്ലാവരും വന്നു നോക്കും എന്നിട്ട് പോകും. പക്ഷേ ഒന്നും അങ്ങോട്ടേക്ക് സെറ്റാകുന്നില്ല ഏട്ടനിയമ്മേ. പകുതിയാകുമ്പോഴേക്കും കല്യാണാലോചനയ്ക്ക് അങ്ങ് സ്റ്റെക്കായി പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പോലും പിന്നെ അവരുടെ കണ്ടീഷൻസൊക്കെ വേറെ ആയിരിക്കും. ഇവിടെ ഇത്ര ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പേടിക്കേണ്ടതൊന്നുമില്ലല്ലോ, ഞാനും കൂടെ ഇവിടെ ഉണ്ടല്ലോ, ആ ബ്രോക്കറോട് പറഞ്ഞാൽ മതി. ഹരീഷ് പറയുന്നുണ്ട്, ബ്രോക്കർ കൊണ്ടുവരുന്ന ആലോചനയൊന്നും ശരിയാവുന്നില്ല. ഒടുവിൽ നിധിക്കൊരു ഐഡിയ തോന്നി, അങ്ങനെയാണെങ്കിൽ മാട്രിമോണിയിൽ അപ്ലൈ ചെയ്താൽ അങ്ങനെ പരസ്യം കൊടുത്താലോ. അവിടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ ആവും. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പേർക്ക് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവർക്കും തോന്നി അതൊരു നല്ല കാര്യമാണെന്ന്. അങ്ങനെ സുഭാഷിൻ്റെ പേരൊക്കെ വെച്ച് അവരൊരു ID ക്രിയേറ്റ് ചെയ്തു. അതെല്ലാം നിധിയാണ് ചെയ്തു കൊടുക്കുന്നത്. നിധി ഫോണെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. പിന്നീട് സുഭാഷിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ പേരും വയസ്സ് 32 എന്ന് പറഞ്ഞപ്പോൾ നിധിക്കാകെ കൺഫ്യൂഷനായി. എന്ത് 32 വയസ്സോ? കണ്ടാൽ അത്രയൊന്നും പറയില്ല എന്ന് പറയും. ആ സമയത്തിന് നികേഷ് പറയുന്നുണ്ട്, പെണ്ണ് കണ്ട സുഭാഷേട്ടന് ഇത്രയും പ്രായം കൂടിപ്പോയെന്ന് പറയും.
അങ്ങനെ അവിടെ ഒരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെക്കും. അതിൻ്റെ പേയ്മെൻ്റ് അടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സുധീഷാണ് പൈസ കൊടുക്കുന്നത്. നികേഷിനൊക്കെ അത് കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു. ഇതുവരെ സുധീഷ് ഏട്ടൻ ഇങ്ങനെയൊന്നും പൈസ കൊടുക്കുന്ന ആളൊന്നുമല്ലല്ലോ. ആദ്യമായിട്ടാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് തന്നെ അടച്ചത്. അത് വേണമെങ്കിൽ നിധി തന്നെ അടച്ചേനെ. പക്ഷേ നിധിയുടെ കയ്യിലിരിക്കുന്ന പൈസ ക്യാഷ് ആയിട്ടാണ്. അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലല്ലോ. ഫോണും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒടുവിൽ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെക്കാണ്. അപ്പോഴേക്കും സുഭാഷ് വന്നു. സുഭാഷ് പണിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഹരീഷ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇങ്ങോട്ടേക്ക് വരാൻ പറയും. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ കല്യാണ കാര്യങ്ങളൊക്കെ ആലോചിക്കുവാണെന്ന് പറയും. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. നിധി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുഭാഷ് ഏട്ടാ. സുനന്ദയുടെ കല്യാണമല്ലേ, ആ സമയത്ത് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കൂടെ നടക്കണം. ഇനി ഇതിനൊരു മാറ്റം വന്നൂടാ. ഒടുവിൽ സുഭാഷ് ഏട്ടൻ്റെ മനസ്സിലെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു. സുഭാഷ് പറയുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്തായാലും ഒരു പെണ്ണിനെക്കുറിച്ച് സങ്കല്പമില്ലേ? അങ്ങനെയൊന്നും ഒരിക്കലും സങ്കല്പമൊന്നും പാടില്ല. നമ്മൾ നമ്മുടെ അവസ്ഥ അറിഞ്ഞിരിക്കണം. നിധി പറയുന്നുണ്ട്, അതൊന്നും വല്ല സുഭാഷ് ഏട്ടനാ, അങ്ങനെയൊന്നുമല്ല. എന്തായാലും എന്തെങ്കിലും ഒരു ആഗ്രഹം കാണത്തില്ലേ? നികേഷിനോട് ചോദിച്ചു, നിന്റെ മനസ്സിൽ നിന്റെ പെണ്ണിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് എന്ന്. നികേഷ് അങ്ങോട്ടേക്ക് അങ്ങ് പറയാൻ തുടങ്ങി. അതെ, നല്ല മുടി ഉണ്ടായിരിക്കണം, പിന്നെ കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരിക്കണം, പഠിപ്പൊക്കെ ഉണ്ടായിരിക്കണം, ജോലിക്ക് പോകാൻ താല്പര്യമുള്ള ആളായിരിക്കണം, പിന്നെ ഒരു 10 ദിവസം ഞാൻ ജോലി ചെയ്യാതെ വീട്ടിലിരുന്നാലും എന്നെ നല്ല പൊന്നു പോലെ നോക്കാൻ കഴിയുന്നവളായിരിക്കണം. നിധി പറയുന്നുണ്ട്, കണ്ടില്ലേ 19 വയസ്സേ ഉള്ളൂ ഇവന്. അവൻ്റെ മനസ്സിൽ സങ്കല്പം കണ്ടോ? എന്നിട്ട് സുഭാഷേട്ടൻ്റെ സങ്കല്പം അങ്ങനെ മനസ്സിൽ ഒന്നും സങ്കല്പമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ പറയാണ്. സുഭാഷിന് കുറേ മുടിയൊക്കെ വേണമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ സാരിയൊക്കെ ഉടുക്കുന്നവളായിരിക്കണം. പിന്നെ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ സഹായിച്ചില്ലെങ്കിലും സാരമില്ല, എൻ്റെ കൂടെ വന്ന് നിൽക്കണം. ജോലിയൊക്കെ അടുക്കളയിൽ ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷേ എനിക്ക് ഒരാളായിട്ട് അവിടെ വന്നു നിന്നാൽ മാത്രം മതി. എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഇത്രയും സമയം ഒന്നും പറയാത്ത ആൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയത് നോക്കിക്കേ, എത്രമാത്രം പറയുന്നുണ്ട് എന്ന്. ഹരീഷ് പറഞ്ഞു, അതെ അതെ, കണ്ടില്ലേ, വായ തോരാതെ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയും. സുഭാഷ് ആണെങ്കിൽ സുനന്ദയെ മനസ്സിലോർത്തുകൊണ്ടായിരിക്കട്ടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നീട് സുഭാഷ് പറയുന്നുണ്ട്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ പണി സൈറ്റിൽ വരുന്ന ആൾക്കാർ വരുമ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാനൊന്നും പാടില്ല. അതൊക്കെ എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്, അത്രയൊക്കെയുള്ളൂ എന്ന് പറയും. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴെന്നെ നിധി പറഞ്ഞു, ഞങ്ങൾ മാട്രിമോണി സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമാവും. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. പിന്നീട് നിധി ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കണം. കോളേജിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കയ്യിൽ വാങ്ങിക്കണം. പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യണം. അതൊക്കെയാണ് നിധിയുടെ ആഗ്രഹങ്ങൾ. ഞാൻ പോയിട്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, ഞാനും കൂടെ വരാമെന്ന്. വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നു. ഭാസ്കരൻ അവിടെ മാറിയിരിക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, നാളെ എന്തായാലും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ ഞാൻ പോയിക്കോളാം. എനിക്ക് തനിച്ചു പോകണമെന്നാണ് ആഗ്രഹം. ഞാൻ ബസ്സിൽ കയറി പോയിക്കോളാം എന്ന് പറയും. പിന്നെ അറിയാലോ, എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരിടത്തേക്കും തനിച്ചു വിടാറില്ല. എന്നെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. ഇനിയെങ്കിലും ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ തനിച്ചു തന്നെ പോകണം. തനിച്ചു പോയി ഓരോ കാര്യങ്ങളും തനിച്ചു തന്നെ ചെയ്തു പഠിക്കണം. എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും തന്നെ പഠിക്കത്തില്ല. അവരെ താങ്ങിയേ നിൽക്കൂ. പിന്നീട് അവരെ താങ്ങിയേ നിൽക്കത്തുള്ളൂ. അത് പാടില്ല. ഇങ്ങനെ ഞാൻ തനിയെ പോയി പഠിക്കട്ടെ. പക്ഷേ തക്കലക്ക് നിധി പഠിച്ച കോളേജിൻ്റെ അവിടെ നിന്ന് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ സുഭാഷിനൊക്കെ ആകെ ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ നിധി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല എന്ന്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നിധി പോവാനായിട്ട് റെഡിയാവും. സുധീഷിന് ഭയങ്കര ടെൻഷനായിരിക്കും, എങ്ങനെയായിരിക്കും എന്താവുമെന്നൊക്കെ ഓർത്തിട്ട്. ആ സമയത്തിന് സുഭാഷ് ബാഗിനകത്ത് നിന്ന് നിധിക്ക് കൊടുക്കാനുള്ള കുറച്ച് വെള്ളവും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നു. അല്ല, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അതേ പോകുന്ന വഴിക്ക് കുറേ സമയമുണ്ടല്ലോ, അപ്പോൾ വിശക്കുമ്പോൾ കഴിക്കാനാണ്, അതൊന്നും സാരമില്ല എന്നൊക്കെ പറയും. പക്ഷേ സുഭാഷിന് അങ്ങനെയില്ല. സുഭാഷിനാകെ ടെൻഷനായിരിക്കും. പിന്നീട് പറയുന്നുണ്ട്, ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക്, ഇല്ലെങ്കിൽ പിന്നെ ചാർജറും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയും. എങ്ങാനും ചാർജ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ വിടുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ അമ്മമാർക്ക് പോലുമില്ല. മക്കളെ എത്രമാത്രം കരുതലോടെ വിടുന്നതാണ്, അതുപോലെയായിരിക്കും സുഭാഷേട്ടൻ്റെ ടെൻഷൻ. നിധി തനിച്ചാണ് പോകുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സുഭാഷേട്ടനാകെ ടെൻഷനായിരിക്കും. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങി. സുഭാഷ് പറയുന്നുണ്ട്, ദേ വിളിക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. അവിടെ എത്തി, എങ്ങനെ എത്തി എന്നൊക്കെ പറയണം. ആ സമയം തന്നെ നികേഷ് ചോദിച്ചു, അല്ല ഏട്ടത്തിയമ്മ പോയിട്ട് വീട്ടിലേക്ക് പോവോ? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പോകില്ലടാ.
ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരികയുള്ളൂ, ഒരിടത്തും ഞാൻ പോകില്ല. അപ്പോഴാണ് മുറ്റത്ത് പെട്ടെന്ന് ഒരു കാറ് വന്ന് നിന്നത്. കാറോ? സുധീഷ് പറഞ്ഞു. അതെ, ഈ കാറിലങ്ങ് പോയാൽ മതിയെന്ന് പറയും. കാറിലോ? അതെന്താ? അതെ, ഡ്രൈവർ ഉണ്ട്, കൊണ്ടുപോയിക്കോളും. അപ്പോൾ സുധീഷിനോട് ചെല്ലണ്ടായെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സുധീഷ് പോകുന്നില്ല എന്ന് വെച്ചു. പക്ഷേ പകരം സുധീഷ് തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തിന് നികേഷ് ഹരീഷിനോട് പറഞ്ഞു, സ്വന്തം കാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ട്രാവൽ ഏജൻസിയിലെ മിക്കവാറും അതിനാണ് ചാൻസ്. ഈ സമയത്തിന് സുധീഷ് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും അവൾ അറിയരുത് ഇത് ട്രാവൽ ഏജൻസിയുടെ കാറാണെന്ന്. അവൾ വിചാരിച്ചോട്ടെ, അല്ലെന്നൊരിക്കലും അവളോട് പറഞ്ഞേക്കരുത് എന്ന് പറയുന്ന സമയത്തിന് ശരി ശരി, ആടാ ആയിക്കോട്ടെ. എടാ പൈസ വേണോ? എടാ ഡീസൽ അടിക്കാനുള്ള പൈസയൊക്കെ ഞാൻ പിന്നെ തരാം. ഇപ്പം നീ അവളെ കൊണ്ടുപോയിട്ട് വാ, ദേ സൂക്ഷിച്ചും കണ്ടൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരണം. ശരി ആയിക്കോട്ടെ. അങ്ങനെ നിധിയെ കാറിൽ കയറ്റി അവിടെ നിന്നും പറഞ്ഞു വിടാണ് കൂട്ടുകാരൻ്റെ കൂടെ. പേടിയൊന്നും വേണ്ട, നമ്മളെ സ്വന്തം കാറാ, ദേ ഇവനാ ഡ്രൈവർ. നിധി ബസ്സിൽ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുധീഷ് പറയുന്നുണ്ട്, വേണ്ട, ബസ്സിലൊക്കെ പോകുന്നത് റിസ്ക്കാണ്, വെയിലൊക്കെ കൊണ്ടുപോകണ്ടേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആ ഒരു കാറിൽ അങ്ങ് കയറ്റി വിടും. നിധി ഏതായാലും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷനായിരിക്കും. ദൈവമേ, ഇനി എന്തായിരിക്കും കാര്യങ്ങളെന്നൊന്നും അറിയില്ലല്ലോ. നിധി തിരിച്ചു വന്നാലേ ഒരു സമാധാനമാവത്തുള്ളൂ സുധീഷിന്. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ സുധീഷിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ നിധി അങ്ങോട്ടേക്ക് പോയിട്ട് കുറേ അധികം സമയം കഴിഞ്ഞപ്പോൾ നിധിയുടെ ഫ്രണ്ട് വിളിക്കാണ്. ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നീ കോളേജിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇന്ന് വരുന്നുണ്ടെന്ന് ആരോടും പറയണ്ട. എനിക്ക് ആരോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല. കാരണം ക്ലാസ്സിലെല്ലാം ഇപ്പോൾ ടോപ്പറായിരുന്നു, യൂണിവേഴ്സിറ്റി ടോപ്പറൊക്കെ ആയിരുന്നില്ലേ. പക്ഷേ ഇങ്ങനൊരു ബന്ധത്തിൽ പോയിട്ട് പെട്ടുപോയി. അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോന്നൊക്കെ ചോദിക്കില്ലേ. പോരാത്തതിന് ഇനി കൂടുതൽ തുടർന്ന് പഠിക്കുന്നുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് കുറേ അധികം ചോദ്യം ചോദിക്കും. ആരെയും ഫേസ് ചെയ്യാനായിട്ട് നിധിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. നിധി പറയുന്നത്, തൽക്കാലത്തേക്ക് നീ ആരോടും പറയണ്ട. നീ ഇന്ന് വരുന്ന കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ വന്നേക്കാം, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. ഇത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ കാറിന് കൈ കാണിച്ച് നിർത്തുകയാണ്. അന്നേരം നിധി ആകെ ഞെട്ടിപ്പോയി. എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോട് നിൽക്കുന്ന സമയത്തിന് ഡ്രൈവർ വണ്ടി നിർത്തി. ഡ്രൈവർക്കറിയാലോ സുധീഷിൻ്റെ അച്ഛനാണ് എന്ന്. ഭാസ്കരൻ പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടിയിലേക്ക് അങ്ങ് കയറി. അപ്പോഴേക്ക് നിധി അമ്പരന്നു. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഈ സമയത്ത് തന്നെ നിധിയോട് ഡ്രൈവർ ചോദിച്ചു, ഇതാരാണെന്ന് മനസ്സിലായോ എന്ന്. സുധീഷിൻ്റെ അച്ഛനാ. എനിക്കറിയാമെന്ന് പറയാണ് നിധി ആ വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. പിന്നീട് നിധി ചോദിച്ചു, അതെ, അച്ഛൻ എങ്ങോട്ടേക്കാ, എങ്ങോട്ടെങ്കിലും പോവാനാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേ എന്ന് പറയും. അച്ഛൻ എങ്ങോട്ടേക്കാ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇത് ഞങ്ങൾ തക്കലക്ക് കോളേജിലേക്ക് പോകുന്നതാണ്, അങ്ങോട്ടേക്ക് തന്നെ വിട്ടോളാൻ പറയാട്ടോ ഭാസ്കരൻ. അന്നേരം നിധിക്ക് ആകെ ടെൻഷനായിരിക്കും. ഇത് എന്തിനുള്ള പുറപ്പാടാണെന്നൊന്നും നിധിക്കറിയില്ലല്ലോ. ദൈവമേ, നിധിയുടെ മനസ്സിൽ ഒരു പേടിയുണ്ട്. ഭാസ്കരൻ സ്വന്തം ഭാര്യയെ കൊന്നതാണല്ലോ, ഇനിയിപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണോ കയറിയിരിക്കുന്നത് എന്നൊരു ടെൻഷനായിരിക്കും നിധിക്ക്. അങ്ങനെ ഒരു ചിത്രമാണല്ലോ നിധിയുടെ മനസ്സിൽ ഇപ്പോൾ ഭാസ്കരനെ കുറിച്ചുള്ളത്. പക്ഷേ കുറേ ദൂരം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ഡ്രൈവറോട് പറഞ്ഞു, അതെ, ഇവിടെ സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കി നിർത്താൻ പറയും. എന്താ, വണ്ടി നിർത്താൻ പറയും. എന്നിട്ട് പറഞ്ഞിട്ട്, ദേ ബിരിയാണി കടയുണ്ട്, അവിടെ പോയിട്ട് 3 ബിരിയാണി മേടിക്കാൻ പറയും. എന്ത്, ബിരിയാണിയോ? അതെ, പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ അവിടെ നല്ല ബിരിയാണി കിട്ടുമെന്നൊക്കെ പറയണേ. നേരത്തെ ഞാൻ ഇതിലൂടെ ലോറി ഓടിച്ചു പോകുന്ന സമയത്തിന് ഞാൻ ഇവിടെ വന്ന് ആഹാരം കഴിക്കാറുള്ളൂ. അങ്ങനെ അവനെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വിട്ടു. അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഭാസ്കരൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് വണ്ടി എടുത്തു. ആ സമയം നിധി ആകെപ്പാട് ടെൻഷൻ അടിച്ചു പോയി. ഭാസ്കരൻ വണ്ടി ഓടിക്കാണ്. പെട്ടെന്ന് തന്നെ നിധി ചോദിച്ചു, അല്ല, ഡ്രൈവർ എവിടെ? ഡ്രൈവർ ഇല്ലേ? അപ്പോഴേക്കും ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ഡ്രൈവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഭാസ്കരൻ പറഞ്ഞു, ഇനി ഞാൻ കുറച്ച് സമയം വണ്ടി ഓടിച്ചോളാം. അപ്പോഴേക്കും നിധിക്ക് ആകെ പേടിയായി. എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിധി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഭാസ്കരൻ നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ട് നിധിക്ക് ആശ്വാസമാവും. പിന്നീട് ഡ്രൈവറോട് പറഞ്ഞു, എടാ, നീ അവിടെയും ഇവിടെയും നോക്കാതെയൊക്കെ വണ്ടി ഓടിക്കണം, നല്ല രീതിയിൽ തന്നെ നോക്കണം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വേണം വണ്ടി ഓടിക്കാനായിട്ട്. വണ്ടി ഓടിക്കാണെന്ന് പോലും അകത്തിരിക്കുന്ന ആൾക്കാരൊന്നും അറിയാൻ പാടില്ല. നിധിക്കാണെങ്കിൽ വീണ്ടും ആകെ ടെൻഷനാവാട്ടോ. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി അവിടെ നിർത്തി. വണ്ടി നിർത്തിയിട്ട് നിധിയോട് ഇറങ്ങാൻ പറഞ്ഞു. എന്താ കാര്യം? കഴിക്കാൻ തന്നെ. അന്നേരം നിധി പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്തിൻ്റെ ഭാസ്കരൻ പറയുന്നിട്ട് ആ ഡ്രൈവറും കൂടി ചേർന്നിട്ട് വഴിയരികിൽ ചെന്ന് കഴിക്കാണ്. നിധിക്കുള്ള ആഹാരം കാറിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ നിധി കാറിലിരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഡ്രൈവർ തന്നെ കാർ എടുക്കാണ്. അപ്പോഴാണ് നിധിക്കൊന്ന് ആശ്വാസമായത്. അങ്ങനെ അവർ നേരെ കോളേജിലേക്ക് എത്തി. കോളേജിലേക്ക് ചെന്നപ്പോൾ ഭാസ്കരൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഈ സമയത്ത് നിധിയുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരി നിധിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പിന്നീട് നിധിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കാണ്. വിശേഷങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞിട്ട് നിധി പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം. അല്ല, കൂടെ വന്നതാരാ? പക്ഷേ നിധിക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല.
നിധിക്ക് എന്ത് മറുപടി പോലും പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. നിധി കൂടുതലൊന്നും പറയാനും പോയില്ല. അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അവിടെ ചെന്ന് നിധി കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്കും അവർ പറയുന്നത് പ്രിൻസിപ്പൾ ഇവിടെ ഇല്ല, പ്രിൻസിപ്പൾ വരട്ടെ, പ്രിൻസിപ്പളോട് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറയും. പിന്നീട് നിധി അവരോട് ചോദിച്ചു, അല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ, ഇതെന്തു പറ്റി? അവിടുത്തെ ടോപ്പായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊക്കെ നിധിയെ നന്നായിട്ട് അറിയാം. നിധിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നും മിണ്ടിയില്ല നിധി. പിന്നെ കൂട്ടുകാരായിട്ട് അവിടെ വന്ന് പുറത്തിരുന്ന് സംസാരിക്കാണ്. പ്രിൻസിപ്പളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു നിധി. ആ സമയത്തിന് അവിടുത്തെ അറ്റൻഡർ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അപ്പോൾ തന്നെ അരുണിനെ വിളിക്കുന്നുണ്ട്. നിധിയുടെ ചേട്ടൻ അരുണിനെ വിളിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്. അതെ അരുണേട്ടാ, നിങ്ങളുടെ അനിയത്തി നിധി കോളേജിലേക്ക് വന്നിട്ടുണ്ട്. എന്ത്, അവൾ കോളേജിലേക്ക് എത്തിയെന്നോ? അതെ, അവൾ കോളേജിലേക്ക് വന്നിട്ടുണ്ട്. വേറെ എന്തിനും വേണ്ടിയിട്ടില്ല, അവളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. അവൾ തന്നെയുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഒരു കൂട്ടുകാരി മാത്രമേ കൂടെയുള്ളൂ എന്ന് പറയും. അപ്പോൾ അയാൾക്കറിയത്തില്ലല്ലോ ഭാസ്കരൻ വണ്ടീനകത്തുള്ള കാര്യം. ആണോ, ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അരുൺ ഫോൺ കട്ട് ചെയ്തു. ഒരു കാരണവശാലും അവൾക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടില്ല എന്ന് അരുൺ വിചാരിച്ചു. അങ്ങനെ ഒടുവിൽ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നിധിയുടെ അടുത്തേക്ക് വേറൊരു സ്റ്റാഫ് വരികയാണ്. എന്നിട്ട് പറയുന്നത്, അല്ല പ്രിൻസിപ്പൾ ഇന്ന് വരില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല. അല്ല, എനിക്ക് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറയാണ് നിധി. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആദ്യത്തേത് നഷ്ടപ്പെട്ടു എന്ന് പരാതി കൊടുക്കണം. അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറയും. കോളേജിൽ നിന്ന് വേണമെങ്കിൽ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ തരാം. കോളേജിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റോട് കൂടി തന്നെ പരാതി കൊടുത്താൽ മതി. അങ്ങനെ നിധി നോക്കിക്കഴിഞ്ഞപ്പോൾ വേറൊരു മാർഗവുമില്ല. അങ്ങനെ ഒടുവിൽ ആപ്ലിക്കേഷനൊക്കെ എഴുതി കോളേജിൻ്റെ സീലൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ നിധി അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്തിന് കൂട്ടുകാരിയോട് ശരിയെന്നൊക്കെ പറയും. കൂട്ടുകാരി പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അരുൺ അങ്ങോട്ടേക്ക് വന്ന് കാറിൽ നിന്നങ്ങ് ചാടി ഇറങ്ങും. നിധിയുടെ തൊട്ടടുത്തേക്ക് വന്നു. ഇടിച്ചില്ല എന്ന രീതിയിലായിരിക്കട്ടെ വണ്ടി അങ്ങ് നിർത്തുന്നത്. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങ് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ്. നിധി പെട്ടെന്ന് തന്നെ അങ്ങ് ചാടി മാറി. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിധിയെ ആ ഒരു കാറങ്ങ് തട്ടിയേനെ. ആ സമയത്ത് തന്നെ അരുൺ അവിടെ നിന്നും ചാടി ഇറങ്ങി. കാറിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിധിക്ക് നല്ല ടെൻഷനായിരുന്നു. എനിക്കറിയാമായിരുന്നോടി നീ ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന്. നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ, നീ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ? നാണമുണ്ടോടി നിനക്ക്? അച്ഛൻ്റെ ചെലവിലല്ലേ നീ പഠിച്ചത്? നിനക്ക് നാണമുണ്ടോ? എന്നിട്ട് വീണ്ടും ആ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നിന്നോടുള്ള ദേഷ്യത്തിൽ നിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കത്തിച്ച് കളഞ്ഞതല്ലേ? അങ്ങനെ അരുൺ വളരെ രൂക്ഷമായിട്ടായിരിക്കും നിധിയോട് സംസാരിക്കുന്നത്. നിധിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. നിധി പറഞ്ഞു, ദേ വേണ്ട, എന്നോട് വെറുതെ മല്ലിടാനൊന്നും വരണ്ട. ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് സർട്ടിഫിക്കറ്റും മാർക്കും ഒക്കെ കിട്ടിയത്. അത് എൻ്റെ സർട്ടിഫിക്കറ്റാണ്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ ആരുടെയും ഔദാര്യമൊന്നുമല്ല. അങ്ങനെ അരുണും നിധിയും 1-2 പറഞ്ഞിട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വഴക്കായി. ആ സമയത്താണ് ഭാസ്കരൻ കാറിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നത്. ഭാസ്കരൻ ഒന്നും മിണ്ടുന്നില്ല. കാരണം അവർ ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. ഒടുവിൽ അരുൺ പറഞ്ഞു, നീ അങ്ങനെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ്ട. അതും പറഞ്ഞ് ആ ഒരു ആപ്ലിക്കേഷൻ അങ്ങ് വലിച്ചു കീറിക്കളയാണ്. അത് കണ്ടപ്പോൾ നിധിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിധിയുടെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ ഇടപെട്ടു. നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ചാണോ ഗുണ്ടായസം കാണിക്കുന്നത്? താൻ തൻ്റെ ഭാര്യയെ കൊന്നതല്ലേ? എന്നിട്ടാണോ? അരുൺ അവിടെ ഭാസ്കരൻ ഉണ്ടാകുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഭാസ്കരൻ കണ്ടപ്പോൾ അരുണിന് ഒരു വെപ്രാളമുണ്ടായി. എന്നാലും അരുൺ അത് മൈൻഡ് ചെയ്തില്ല. അങ്ങോട്ടേക്ക് മാറി നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. അരുണിന് ഭാസ്കരനെ നന്നായിട്ടറിയാം. അന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഒടുവിൽ ഇതെല്ലാം കാണുന്ന സമയത്തിന് നിധിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് നിധി അങ്ങ് ദേഷ്യപ്പെട്ടു. അരുൺ പറയുന്നത്, ദേ മര്യാദക്ക് പോയിക്കോണം. ഇനി നീ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടേക്കരുത്. ഒടുവിൽ അരുൺ ദേഷ്യപ്പെട്ടിട്ട് ഒരു കൈ ഓങ്ങിയിട്ട് നിധിയുടെ കർണത്തൊരൊറ്റ അങ്ങ് ആഞ്ഞടിച്ചു. ഭാസ്കരനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഭാസ്കരൻ പെട്ടെന്ന് കയറിയിട്ട് അരുണിനെ അങ്ങ് പിടിച്ചു. അങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉന്തും തള്ളുമായി. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞിട്ട്, മോളെ നിധി, നീ കാറിനകത്തേക്ക് കയറിയിരുന്നോളാൻ പറയും. നിധി കയറാൻ കൂട്ടാക്കിയില്ല. ഭാസ്കരൻ നിധിയെ കാറിനകത്തേക്ക് കയറ്റി. ആ സമയത്ത് തന്നെ അരുണും കൂടെ വേറെ കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. അവനും കൂടി കയറി ഭാസ്കരനെ പിടിച്ചു. ഭാസ്കരൻ അവരെയൊക്കെ കുതറി മാറ്റി. പിന്നീട് അരുണിനെ തല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങാണ്. ആ സമയത്ത് തന്നെ അരുൺ അരയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു കത്തിയെടുത്തിട്ട് ഭാസ്കരൻ കുത്താൻ വേണ്ടിയിട്ട് ആഞ്ഞു. ഒരു നിമിഷം നിധി പേടിച്ചുകൊണ്ട് തന്നെ കണ്ണടച്ചു പോയി.
പക്ഷേ ആ കുത്തുന്ന സമയത്ത് തന്നെ ഭാസ്കരൻ അങ്ങ് തടഞ്ഞു. അതുകൊണ്ട് ഭാസ്കരൻ്റെ കയ്യിലാണ് കുത്തേറ്റത്. വലിയൊരു അപകടം അതോടുകൂടെ തന്നെ ഒഴിവായി. ചോരയെല്ലാം കണ്ടപ്പോൾ അരുണും കൂട്ടരും കൂടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു. നിധിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഭാസ്കരൻ പക്ഷേ ഒരു കുലുക്കവുമില്ല. ചോര ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഭാസ്കരൻ തോളിൽ നിന്നും ഒരു തോർത്തുണ്ടായിരുന്നു, അത് വെച്ച് പെട്ടെന്ന് തന്നെ അതിങ്ങനെ ചുറ്റിക്കെട്ടി. നിധി പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയാലോ? നിധിക്ക് ആകെ ടെൻഷനായി. നിധി വെപ്രാളം കണ്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട മോളെ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊടുത്തിട്ട് ഡ്രൈവർ അങ്ങോട്ടേക്ക് വന്നു. അയാൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവമെല്ലാം നടക്കുന്ന സമയത്തിന് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്തിന് സുധീഷിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ എന്ന് ഭാസ്കരൻ പറഞ്ഞു. നിധി വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഈ സമയമെല്ലാം തന്നെ നിധി ചോദിക്കുന്നുണ്ട്, അതേ പ്രശ്നമുണ്ടോ, കൈക്ക് വേദനയുണ്ടോ എന്നൊക്കെ വെപ്രാളത്തോട് ചോദിക്കുന്ന സമയത്തിന് ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്നാണ് ഭാസ്കരൻ പറയുന്നത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറിയതിന് ശേഷം കയ്യിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ഭാസ്കരൻ അവിടെ ഇരിക്കുമ്പോഴും ഡോക്ടറോട് നിധി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടതുണ്ടോ ഡോക്ടർ? ഡോക്ടർ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഡ്രസ്സ് ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് ഡ്രസ്സ് ചെയ്യണം. അങ്ങനെ സ്റ്റിച്ച് എടുത്ത് മാറ്റിയാൽ മതി എന്ന് പറയും. പൈസയൊക്കെ നിധി ആയിരിക്കട്ടോ കൊടുക്കുന്നത്. ഭാസ്കരൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിധി അതിന് സമ്മതിക്കുന്നില്ല. നിധി പൈസയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഭാസ്കരനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയായിരിക്കും ഭാസ്കരൻ നിധിയുടെ കൂടെ അവിടെ നിന്നും കാറിൽ കയറി പോയതൊക്കെ. അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നിധിക്ക് വല്ലാത്ത കുറ്റബോധവും സങ്കടവും സന്തോഷമൊക്കെ വരെയായിരിക്കും. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.